സതീശ മേനോൻ സർക്കാർ ധാരാളം ജനപ്രിയ പദ്ധതികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കുന്തളിപ്പ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് എന്താണ് ഇയാൾ ഇങ്ങനെ ഒക്കെ പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് അന്തിച്ച് കുന്തം വിഴുങ്ങി നിൽക്കാനേ കഴിയുകയുള്ളൂ. കാരണം പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണെന്ന് പ്രചരിപ്പിക്കുകയും എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് സതീശ മേനോൻ സർക്കാരിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നടക്കുന്നത്. ആശമാർക്കുള്ള ഓണറേറിയം വർധനവാണെങ്കിലും അതുപോലെ ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള 1070 കോടി രൂപയുടെ നീക്കിവയ്ക്കലാണെങ്കിലും ഇതൊക്കെ ഖജനാവിൽ ലിക്വിഡ് ക്യാഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുന്തളിപ്പൊക്കെ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അസത്യപ്രചരണം കൊണ്ട്, കള്ളം മാത്രം പറഞ്ഞുകൊണ്ട്, കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേരത്തെ ഇരുന്ന സർക്കാരിനെ എങ്ങനെയൊക്കെ താറടിക്കാമെന്ന് റിസർച്ച് ചെയ്ത് വീണ്ടും വീണ്ടും നുണകളുടെ കോട്ട കെട്ടി ഉയർത്താനാണ് സതീശ മേനോൻ സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ അതിനെ എത്ര കാലം കഴിഞ്ഞാലും സത്യം, അതായത് സ്വർണ്ണപാത്രം കൊണ്ട് അടച്ചു വെച്ചാലും സത്യം മറന്നേക്ക് പുറത്തു വരും എന്നാണല്ലോ പറയുന്നത്. പക്ഷേ പുതിയ സർക്കാർ നടത്തുന്ന ഈ പ്രഖ്യാപനങ്ങളും ഈ സമ്പത്ത് അല്ലെങ്കിൽ ധനം അനുവദിക്കലും പണം അനുവദിക്കലുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഖജനാവ് കാലിയായിരുന്നില്ല എന്ന സത്യമാണ്. ഏകദേശം 6300 കോടി രൂപയുടെ നീക്കിയിരിപ്പ് സംസ്ഥാന ഖജനാവിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടൊക്കെ വരുന്ന സമയമാണിത്. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടൊക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പുകമറയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിനെ താറടിച്ചു കാണിക്കാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും സതീശ മേനോൻ്റെ കുന്തളിപ്പിന് പിന്നിൽ ഇടതുമുന്നണിയുടെ നീക്കിയിരിപ്പ് ഉണ്ട് എന്ന കാര്യം ജനങ്ങൾ മറന്നു പോകരുത്.